ഹലോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീക്കായിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. ഡിസൈൻ 1, ഡിസൈൻ 2 എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ടേബിൾ ക്ലോത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലോത്തിൻ്റെ പാറ്റേൺ ആദ്യം ഞാൻ കാണിക്കാം. നമുക്ക് ആദ്യം എന്ത് കിട്ടണം? ഒരു ബോർഡർ കിട്ടണം അല്ലേ? ഒരു റെക്റ്റാങ്കിൾ ബോർഡറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോർഡർ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളുടെ ക്ലോത്ത് ഇങ്ങനെ സെൻറ്ററായിട്ട് മടക്കുക. പിന്നീട് ഒന്നും കൂടെ മടക്കുക. ഇപ്പോൾ പേപ്പറിൽ കാണിക്കുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷേ കുഴപ്പമില്ല, എന്നാലും കഴിയും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു സൈഡും നന്നായിട്ട് മടക്കിയിട്ട് അയൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഇവിടെ ബോർഡർ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? ഇങ്ങനെ ലൈൻസ് വേണം അല്ലേ? ഡയഗണൽ ലൈൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ക്ലോത്ത് ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങനെ ഒന്ന് മടക്കുക. ഈ ബോർഡറിൻ്റെ ഇങ്ങോട്ട് എത്തുന്ന രീതിയിലേക്കാണ് ഞാനൊരു അടയാളം വെച്ചത്. ബോർഡറിൻ്റെ ഇവിടെ എത്തുന്ന രീതിയിലേക്ക് ഞാൻ എന്ത് ചെയ്ത് മടക്കി. അതിനുശേഷം ഒന്നും കൂടെ ഇങ്ങനെ മടക്കി ഓക്കെ, ഇങ്ങനെ മടക്കി. എന്നിട്ട് ഒന്നും കൂടെ അയൺ ചെയ്യാം. ടേബിൾ ഷീറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ സുഖമായിരിക്കും. ബെഡ്ഷീറ്റ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മറ്റതിൻ്റെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്യാം. ഈ ബോർഡറിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ബൗണ്ടറി ആക്കിയിട്ട് ഈ ബോർഡർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. വീണ്ടും മറ്റത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെയെല്ലാം ഫുൾ മടക്കുക. എന്നിട്ട് അയൺ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ആ പാറ്റേൺ കിട്ടും. ഓക്കെ, പാറ്റേൺ കിട്ടും. ഇതിൽ പാറ്റേൺ ശരിക്കും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ പാറ്റേൺ വരുന്നത്. ഇവിടെ ബോർഡർ വരും. അതിനുശേഷം നമ്മൾ ഈ ഡിസൈൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. സോ ആദ്യം തന്നെ ബോർഡറാണ് പ്രിൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അത് നോക്കണേ. അപ്പോൾ അതിന് ഞാൻ ബോർഡറിന് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫുള്ളും ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളുടെ ബോർഡർ വരുന്നത്. അപ്പോൾ ഈ പാറ്റേൺ ഈ ടേബിൾ ക്ലോത്ത് ഫുള്ളായിട്ട് നമ്മൾ ഈ ബോർഡർ ചെയ്തെടുക്കാം കേട്ടോ. സോ നമ്മളുടെ ടേബിൾ ഷീറ്റിൻ്റെ ബോർഡർ ഫുൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ലുക്ക് വരുന്നത്. ഇത് നമ്മളുടെ നെക്സ്റ്റ് ഡിസൈൻ. അതിന് മെറൂൺ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മെറൂൺ ആണ്. മറ്റേത് ബ്ലാക്ക്, ഇത് മെറൂൺ. ഇതും കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പാറ്റേൺ അനുസരിച്ചിട്ട് 2 ഡയഗണൽ ഭാഗത്തേക്കും നമ്മളുടെ ഡിസൈന് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡിസൈന് റെഡ് കളറാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഡയഗണലി ചെയ്ത ഡിസൈനിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് കൊടുക്കുന്നത്. അത് എല്ലാ സ്പേസിലും നമ്മൾ കംപ്ലീറ്റ്ലി കൊടുക്കും. ഇപ്പോൾ നമ്മൾ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈന് തന്നെ മെറൂൺ കളറിൽ ആ റെഡിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിൽ കൊടുത്തു. സോ ഫൈനലി നമ്മളുടെ ടേബിൾ ഷീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഈ സെയിം സാധനം തന്നെ നമുക്ക് ടേബിൾ ഷീറ്റിലും ചെയ്യാം, അതുപോലെ ബെഡ്ഷീറ്റിലും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസും പാറ്റേണും ആണ്.